ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. സന്നിധാനം PO എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി. സംവിധായകൻ ചേരനും നടി മഞ്ജു വാര്യരും ചേർന്നാണ് പോസ്റ്റർ പുറത്തിറക്കിയത്. തമിഴ് നടൻ യോഗി ബാബുവും കന്നഡ താരം രൂപേഷ് ഷെട്ടിയും വർഷ വിശ്വനാഥുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സർവദ സിനി ഗാരേജ്, ഷിമോഗ ക്രിയേഷൻസ് എന്നീ ബാനറുകളിൽ മധു റാവു, B. വിവേകാനന്ദൻ, ഷബീർ പത്താൻ എന്നിവരാണ് നിർമ്മാതാക്കൾ. പ്രമുഖ തെന്നിന്ത്യൻ നടി സമീറ റെഡ്ഡി 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയ രംഗത്തേക്ക്. ചിമ്നി എന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ തിരിച്ചുവരവ്. കാളി എന്ന കഥാപാത്രത്തെയാണ് സമീര അവതരിപ്പിക്കുന്നത്. അമ്മ എന്താണ് അഭിനയിക്കാത്തത് എന്ന മകന്റെ ചോദ്യമാണ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് പ്രചോദനമായതെന്ന് സമീറ പറഞ്ഞു. ഈ വർഷം അവസാനത്തോടെ ചിത്രം പുറത്തിറങ്ങും. അർജുൻ അശോകൻ നായകനാകുന്ന തലവര എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. പാലക്കാടിന്റെ തനത് സംസാര ശൈലിയോടെയുള്ള ടീസറാണ് പുറത്തുവിട്ടത്. അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിലെത്തും. ഇയാളുടെ ഒരു സിനിമാ പ്രാന്ത്. അനുപമ പരമേശ്വരൻ, ദർശന രാജേന്ദ്രൻ, സംഗീത കൃഷ് എന്നിവർ ഒന്നിക്കുന്ന പർദ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. തെലുങ്കിലും മലയാളത്തിലും എത്തുന്ന ചിത്രം ഓഗസ്റ്റ് 22-ന് തിയേറ്ററുകളിലെത്തും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നതാണ് ട്രെയിലർ നൽകുന്ന സൂചന. സിനിമാ ബണ്ടി, ശുഭം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ പ്രവീൺ കാണ്ട്രഗുലുവാണ് സംവിധായകൻ. ഡൊമിനിക് അരുൺ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ലോക ചാപ്റ്റർ 1 എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക്. ദുൽഖർ സൽമാന്റെ വെഫർ ഫിലിംസാണ് നിർമ്മാതാക്കൾ. ചിത്രം ഓണത്തിനാണ് തിയേറ്ററുകളിലെത്തുക. ലേഡി സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുന്നതാണ് ചിത്രം. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വലിയ ബഡ്ജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ റെക്കോർഡിട്ട് രജനീകാന്ത്, ലോകേഷ് കനകരാജ് കൂട്ടുകെട്ട് ചിത്രം കൂലി. ആഗോളതലത്തിൽ 69 കോടി രൂപ നേടി എന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ നിന്ന് 10 കോടിയും കേരളത്തിൽ നിന്ന് 5.34 കോടിയും ചിത്രം നേടി. കർണാടകയിൽ നിന്ന് 3 കോടിയാണ് നേടിയത്. അമീർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ, സത്യരാജ് തുടങ്ങിയ വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രം ഓഗസ്റ്റ് 14-ന് തിയേറ്ററുകളിലെത്തും.